ഹായ്, എവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാസീവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അവനെ കണ്ടു, അവനെ സഹായിച്ചു, അവനെ അഭിനന്ദിച്ചു, ഇങ്ങനെ പറയുന്ന വാചകങ്ങളാണ് പാസീവ്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, മലയാളത്തിലെ ചില വെർബ്സ്, ക്രിയകൾ രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാറുണ്ട്. ഉദാഹരണമായി അവർ രക്ഷിക്കപ്പെട്ടു, അത് തന്നെ മറ്റൊരു രീതിയിൽ പറയാം അവരെ രക്ഷിച്ചു. അവരെ രക്ഷിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു, രണ്ടും ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ രണ്ട് രീതിയിൽ പറയുന്നു. എന്നാൽ ഈ രീതിയിൽ അവർ രക്ഷിക്കപ്പെട്ടു, അവർ ശിക്ഷിക്കപ്പെട്ടു, അവർ കൊല്ലപ്പെട്ടു, ഈ രീതിയിൽ പറയുന്ന വെർബ്സ് കുറവാണ്. മലയാളത്തില് കൂടുതൽ നമ്മൾ അവനെ രക്ഷിച്ചു, അവനെ കണ്ടു, അവനെ സഹായിച്ചു, അവനെ കൊണ്ടുപോയി, അവനെ പഠിപ്പിച്ചു, ഈ രീതിയിലാണ് നമ്മൾ കൂടുതലും പറയുക. ഇതെല്ലാം പാസീവ് വാചകങ്ങളാണ്. മറ്റൊരു കാര്യം, എല്ലാ വെർബ്സിനും, എല്ലാ ക്രിയകൾക്കും പാസീവ് ഇല്ല. ഉദാഹരണമായി അവൻ നീന്തി, അവനെ നീന്തി എന്ന് നമ്മൾ പറയില്ല. എന്നാൽ അവൻ കണ്ടു, അവനെ കണ്ടു നമുക്ക് പറയാം. ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെയാണ്, എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നതിന്റെ പാസീവ് വാചകങ്ങളാണ്. ടെൻസിന്റെ പേരൊന്നും പഠിക്കണ്ട, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അവൻ എഴുതി, ഞാൻ എഴുതി, അവർ എഴുതി, അവൻ വന്നു, ഞാൻ പോയി, ആ വാചകങ്ങളാണ് നേരത്തെ കണ്ടത്. അതിന്റെ പാസീവ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിന്റെ പാസീവ് വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിന്റെ കൂടെ ബി എന്ന ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലുള്ള രൂപങ്ങളായ വാസ് അല്ലെങ്കിൽ വേർ വയ്ക്കും. വാസ് സിംഗുലർ, വേർ പ്ലൂറൽ, ഇവ നമ്മൾ വിശദമായിട്ട് കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം വയ്ക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പാസീവിൽ എപ്പോഴും ഈ ഫോമേ ഉപയോഗിക്കൂ. ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. നമ്മൾ വാസ് സിംഗുലർ അതിന്റെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് വാചകങ്ങൾ കണ്ടു. ഹി വാസ് ചോസൺ, അവനെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന്റെ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, വാസ് ഹി ചോസൺ, വാസ് ഹി ചോസൺ, അവനെ തിരഞ്ഞെടുത്തു. ഇന്ന് നമ്മൾ ഇതിന്റെ നെഗറ്റീവ് വാചകം കാണുകയാണ്. ഇതിലെ വെർബ് എന്ന് പറയുന്നത് വാസ് ചോസൺ, വാസ് ചോസൺ ആണ്. നെഗറ്റീവ് ഉണ്ടാക്കാൻ ഇതിന്റെ നടുക്ക് നോട്ട് വെച്ചാൽ മതി. ഹി വാസ് നോട്ട് ചോസൺ. വാസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ഉണ്ട്, അതാണ് വാസിൻഡ്. ഹി വാസിൻ ചോസൺ, ഹി വാസിൻ ചോസൺ, നമ്മൾ അതാണ് ഉപയോഗിക്കുക സ്പോക്കൺ ഇംഗ്ലീഷില്. ഹി വാസിൻ ചോസൺ, അവനെ തിരഞ്ഞെടുത്തില്ല അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ല, അങ്ങനെയും പറയാം. പക്ഷെ നമ്മൾ കൂടുതലും അവനെ തിരഞ്ഞെടുത്തില്ല ഈ രീതിയിലാണ് പറയുക. മറ്റൊരു കാര്യം, ഐ എന്നുള്ളത് ഞാൻ, അത് സിംഗുലർ ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഐ വാസ് ഇൻ ചോസൺ, ഐ വാസ് ഇൻ ചോസൺ, എന്നെ തിരഞ്ഞെടുത്തില്ല. പഴയത് ഐ ഡിഡ്ന്റ് ചൂസ്, ഞാൻ തിരഞ്ഞെടുത്തില്ല. ഐ വാസ് ഇൻ സെൻഡ്, എന്നെ അയച്ചില്ല. പഴയത് ഐ ഡിഡ്ന്റ് സെൻഡ്, ഐ ഡിഡ്ന്റ് സെൻഡ്, ഞാൻ അയച്ചില്ല. ഐ വാസ് ഇൻ ടോട്ട്, എന്നെ പഠിപ്പിച്ചില്ല. പഴയത് ഐ ഡിഡ്ന്റ് ടീച്ച്, ഐ ഡിഡ്ന്റ് ടീച്ച്, ഞാൻ പഠിപ്പിച്ചില്ല. ഐ വാസ് ഇൻ ഹെൽപ്, എന്നെ സഹായിച്ചില്ല. പഴയത് ഐ ഡിഡ്ന്റ് ഹെൽപ്, ഞാൻ സഹായിച്ചില്ല, നേരത്തെ പഠിച്ചത്. ഐ വാസ് ഇൻ ടോൾഡ്, അത് ശ്രദ്ധിക്കണം, എന്നോട് പറഞ്ഞില്ല. പഴയത് നേരത്തെ പഠിച്ചത് ഐ ഡിഡ്ന്റ് ടെൽ, ഞാൻ പറഞ്ഞില്ല. ഐ വാസ് ഇൻ ആസ്ക്ഡ്, എന്നോട് ചോദിച്ചില്ല അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടില്ല. നേരത്തെ പഠിച്ചത് ഐ ഡിഡ്ന്റ് ആസ്ക്, ഞാൻ ചോദിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടില്ല. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഹി അതുപോലെ തന്നെയാ. ഹി വാസ് ഇൻ ചോസൺ, അവനെ തിരഞ്ഞെടുത്തില്ല. നേരത്തെ പഠിച്ചത് ഹി ഡിഡ്ന്റ് ചൂസ്, ഹി ഡിഡ്ന്റ് ചൂസ്, അവൻ തിരഞ്ഞെടുത്തില്ല. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഷി അതേപോലെ തന്നെ. ഷി വാസ് ഇൻ ടോൾഡ്, അവളോട് പറഞ്ഞില്ല. നേരത്തെ പഠിച്ചത് ഷി ഡിഡ്ന്റ് ടെൽ, അവൾ പറഞ്ഞില്ല. ഷി വാസ് ഇൻ ആസ്ക്ഡ്, അവളോട് ആവശ്യപ്പെട്ടില്ല അല്ലെങ്കിൽ അവളോട് ചോദിച്ചില്ല. നേരത്തെ പഠിച്ചത് ഷി ഡിഡ്ന്റ് ആസ്ക്, ഷി ഡിഡ്ന്റ് ആസ്ക്, അവൾ ചോദിച്ചില്ല അല്ലെങ്കിൽ അവൾ ആവശ്യപ്പെട്ടില്ല. രാജു, രാജു വാസ് ഇൻ തോട്ട്, രാജു വാസ് ഇൻ തോട്ട്, രാജുവിനെ പഠിപ്പിച്ചില്ല. നേരത്തെ പഠിച്ചിട്ടുള്ളത് രാജു ഡിഡ്ന്റ് ടീച്ച്, രാജു ഡിഡ്ന്റ് ടീച്ച്, രാജു പഠിപ്പിച്ചില്ല. ഇത് രാജുവിനെ പഠിപ്പിച്ചില്ല, അത് പാസീവാ. ഓക്കെ,
അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. സീത ഇതേപോലെ തന്നെയാണ്. സീത വാസ് ഇൻ ടോട്ട്, സീതയെ പഠിപ്പിച്ചില്ല. നേരത്തെ പഠിച്ചത് സീത ഡിൻ ടീച്ച്, സീത ഡിൻ ടീച്ച്, സീത പഠിപ്പിച്ചില്ല. ഇനിയുള്ളത് ഇറ്റ്, അത് അല്ലെങ്കിൽ ഇത്. വസ്തുക്കൾക്കോ മൃഗങ്ങൾക്കോ മരങ്ങൾക്കൊക്കെ വേണ്ടി ഇറ്റ് ഉപയോഗിക്കും. നമ്മൾ അതിന് പകരമായിട്ട് ഇറ്റ് ഉപയോഗിക്കും. ജീവന് ഉള്ളവയാണെങ്കിൽ അതിനെ അല്ലെങ്കിൽ ഇതിനെ എന്ന് പറയും. ജീവനില്ലാത്തതാണെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന് പറയും. വീടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് വാസ് ഇൻ സോൾഡ് എന്ന് പറയുമ്പോൾ അത് വിറ്റില്ല. ഓക്കെ. അത് നായയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് വാസ് ഇൻ സോൾഡ്, അതിനെ വിറ്റില്ല. ഈ രീതിയിൽ മനസ്സിലാക്കണം. ഇറ്റ് വാസ് ഇൻ ബ്രോട്ട്, നായ ആണെങ്കിൽ അതിനെ കൊണ്ടുവന്നില്ല. ഇറ്റ് വാസ് ഇൻ ബ്രോട്ട്, പുസ്തകമാണെങ്കിൽ അത് കൊണ്ടുവന്നില്ല. ആ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇറ്റ് വാസ് ഇൻ സെൻഡ്, അതിനെ അയച്ചില്ല അല്ലെങ്കിൽ അത് അയച്ചില്ല. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ വാചകം നോക്കുക. ഐ വാസ് ഇൻ ടോൾഡ്, എന്നോട് പറഞ്ഞില്ല. എന്ത്? ടു ക്ലീൻ ദ റൂം, റൂം ക്ലീൻ ചെയ്യാൻ എന്നോട് പറഞ്ഞില്ല. He was in told to clean the room. ഈ രീതിയിൽ മറ്റു വാക്കുകൾ വയ്ക്കാം. He was in told to clean the room. റൂം ക്ലീൻ ചെയ്യാൻ അവനോട് പറഞ്ഞില്ല. അതുപോലെ മറ്റു വാക്കുകൾ ഇവിടെയൊക്കെ വയ്ക്കാം. He was in told to pray. പ്രാർത്ഥിക്കുവാൻ അവനോട് പറഞ്ഞില്ല. He was in told to come here. ഇവിടെ വരുവാൻ അവനോട് പറഞ്ഞില്ല. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരത്തെ പഠിച്ചതും വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി നന്നായിരിക്കും. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ രണ്ടുപേരും ഇരുന്ന് ആദ്യം മലയാളം പിന്നെ ഇംഗ്ലീഷ്, അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മലയാളം ആദ്യം പറയണം, അതിന്റെ ഇംഗ്ലീഷ് 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകം പറയണം. മലയാളം ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ്. രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തെറ്റ് വന്നാൽ തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം. പുതിയ വെബ്സ് പഠിക്കുക. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകള്, സംഭാഷണമൊക്കെ നെറ്റിൽ കിട്ടും. അത് വായിച്ചൊക്കെ നോക്കും. നമുക്ക് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിലെ 10ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണ് ഇംഗ്ലീഷില്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ 3 പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അപ്പൊ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറലാണ്, സിംഗുലർ ആണ് രണ്ടാമത്. സാറിന് എസ് ഉണ്ടാവും, അല്ലെങ്കിൽ IES എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. റൺ, ran, run. Come, came, come. Become, became, become. Overcome, overcame, overcome. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളുടെയൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, വി ഷാൽ സ്റ്റാർട്ട്. Amuse, amused, amused. Appreciate, appreciated, appreciated. Battle, battled, battled. Choke, choked, choked. Concentrate, concentrated, concentrated. Disappear, disappeared, disappeared. Educate, educated, educated. Empty, emptied, emptied. Exist, existed, existed. Learn, learned, learned. Form, formed, formed. Guide, guided, guided. Grab, grabbed, grabbed. Grin, grinned, grinned. Divide, divided, divided. Enter, entered, entered. Lick, licked, licked. Miss, missed, missed. Mix, mixed, mixed. Peel, peeled, peeled. Listen, listened, listened. Name, named, named. Separate, separated, separated. Serve, served, served. Water, watered, watered. ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇവ പ്രത്യേകിച്ച് പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നത് എഴുതാൻ സഹായിക്കും. അർത്ഥവും ശരിക്കും പഠിക്കണം. പിന്നെ ചില വെർബുകൾക്ക് പ്രത്യേകതകളൊക്കെ ശ്രദ്ധിക്കണം. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ IES എന്നൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. Okay, all the best.